എന്തിനാണ് നിങ്ങൾ ലാവിക്കുട്ടീനെ ഇങ്ങനെ എപ്പോഴും കെട്ടിയിടുന്നത്? ലാവിനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടൂടെ എന്ന് ചോദിക്കുന്നവർക്ക് എക്സാമ്പിൾ സഹിതം അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് വൈകുന്നേരം ലാവിനെ കളിക്കാൻ വേണ്ടി വിട്ടതായിരുന്നു. അപ്പൊ ലാവി, നീ എന്താ ചെയ്തെന്ന് പറഞ്ഞു കൊടുത്തേ? എന്താണെന്ന് തോന്നുന്നു, ഏതോ ഒരു കിളീനെ റാഞ്ചിക്കൊണ്ട് പോകുന്ന സമയത്ത് അതിന്റെ ഒരു ചിറകിന്റെ പാർട്ട് നമ്മളെ മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടില്ല. ലാവി നേരെ പോയി അതെടുത്ത് കഴിച്ചു. കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ലാവിയും കൂടി ഓട്ട മത്സരമായിരുന്നു. ലാവിന്റെ പുറകെ ഓടി. പക്ഷെ ഓരോ ഓട്ടത്തിലും ലാവി അതിനെ അകത്താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പാർട്ട് അങ്ങനെ വയറ്റിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ലാവിക്കുട്ടി. അപ്പം തന്നെ ഞാൻ പേടിച്ചിട്ട് ഡോക്ടർ ഗോകുലിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഗോകുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമില്ല, പ്രോട്ടീനാണ് സാധനം, നല്ലോണം പ്രോട്ടീൻ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ്. പക്ഷേ എന്നാലും സ്റ്റിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം, ലൂസ് മോഷനോ വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഇതുവരെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ലാവിക്കുട്ടീനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ. കുരുത്തം കെട്ട സാധനം.